ഹായ് ഗൈസ്, നമുക്കിന്നിങ്ങനെ ഇലയട ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം അരിപ്പൊടി നന്നായി കുഴച്ച് ബോളാക്കിയെടുത്തതാണ്. എന്നിട്ട് ഒരു ഇലയിൽ പൊടിയണ്ണയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വയലൊക്കെ എടുക്കാം. ആദ്യമേ നന്നായിട്ട് പരത്തി കൊടുക്കുക, കട്ടിയില്ലാതെ പരത്തി കൊടുക്കണം. എന്നിട്ട് ശർക്കര, തേങ്ങ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തതാണിത്. അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. കട്ടിയില്ലാതെ പരത്തണം കേട്ടോ. അത് ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മടക്കി കൊടുക്കുക, പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം ആവിയിലാണ് വേവിക്കുന്നത്. ഇത് ഇഡ്ഡലി ചെമ്പാണ്. അതിലിട്ട് കൊടുത്തതിന് ശേഷം ആവി പുറത്ത് പോവാത്ത രീതിയിൽ നന്നായിട്ട് മൂടി വെക്കണം. 3 എണ്ണം ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് മൂടി വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ ഇലയട. വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, വെന്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് കഴിക്കാം. താങ്ക് യു.